UK വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് പോവുകയാണ്. നാട്ടിൽ വിളിക്കുമ്പോൾ എല്ലാവരും പ്രേമയുഗം കണ്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊതിപ്പിക്കുവാണ്. ഒരു സിനിമ കാണണമെങ്കിൽ കാറില്ലെങ്കിൽ ഇവിടെ വല്ലാത്ത കഷ്ടപ്പാടാണ് കേട്ടോ. ഞാൻ ഏതായാലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇന്ന് നമുക്കൊരു സിനിമയ്ക്ക് പോകും. ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഭയങ്കര രസമായിട്ടുള്ളൊരു സീനറിയോട് കൂടിയാട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കോളേജ്. ഇതൊരു പുഴ, പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തു. ഈ 2 ടിക്കറ്റും കൂടെ എനിക്ക് 16 രൂപയാണ്, 16 പൗണ്ടാണ് കോസ്റ്റ് ആയിരിക്കുന്നത്. ട്രെയിനിൽ കയറി ഞാൻ ഇരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി സീറ്റുകളൊക്കെ ആട്ടോ ഈ ട്രെയിനിൽ. പിന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക, ഒരു ചെറിയ ടേബിൾ പോലത്തെ ഒരു സെറ്റപ്പ് കിട്ടും. അതിൻ്റെ അകത്ത് ആരോ ഒരു പത്രമൊക്കെ വെച്ചിട്ടുണ്ട്. ഏതായാലും കൊള്ളായിരുന്നു, എനിക്കിത് ഇഷ്ടമായി. ഞാൻ അധികം അങ്ങനെ ട്രെയിനിൽ ഇവിടെ വന്നിട്ട് കയറിയിട്ടില്ല. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു മോണിറ്റർ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് ഏത് സ്റ്റേഷനാണ് നെക്സ്റ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് അവർ പറഞ്ഞുകൊണ്ടും ഇരിക്കും. അപ്പം നമ്മുടെ ട്രെയിൻ ഇങ്ങനെ ഞാൻ തലതിരിഞ്ഞിരിക്കുന്നത്, അത് കാരണം ട്രെയിൻ ഇപ്പുറത്തെ സൈഡിലോട്ടാണ് പോകണം. ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും മിസ്സാകുന്നത് എന്താ പറയുക, ചായ വടിപടി അതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ബർമിംഗ്ഹാം സ്റ്റേഷനിലെത്തി. ബർമിംഗ്ഹാം സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വളരെ വലിയൊരു സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ് സ്റ്റേഷനിലെത്തി. അങ്ങനെ കുറേ നേരത്തെ നടപ്പിനൊടുവിൽ ഞാൻ ബർമിംഗ്ഹാം സ്റ്റേഷൻ്റെ പുറത്തേക്ക് എത്തി കേട്ടോ. എൻ്റെ പൊന്നെ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് ഭയങ്കര വലിയ സ്റ്റേഷനാണ്. ഞാനാണ് ആദ്യമായിട്ട് ബർമിംഗ്ഹാം വരുന്നത്. ഒരു സിനിമ കാണുന്നതിൻ്റെ കഷ്ടപ്പാടുകൾ. UK തന്നെ ഏറ്റവും വലിയ സിറ്റികളിൽ ഒന്നാണ് ബർമിംഗ്ഹാം. ഒരുപാട് സിറ്റികളുണ്ട്, അതിലൊന്നാണ് ബർമിംഗ്ഹാം. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ഏറ്റവും ഈവൻ നമ്മുടെ സ്റ്റേഷൻ്റെ ജസ്റ്റ് പുറത്തിറങ്ങിയാൽ പോലും ഏറ്റവും വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളും അങ്ങനെയുള്ള എല്ലാ ഷോപ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണാൻ പറ്റും. ഈ കാണുന്നതാട്ടോ നമ്മൾ വന്ന് ഇറങ്ങിയ സ്റ്റേഷൻ. ഇത് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. ഭയങ്കര ഗ്ലാസ്സോ സ്റ്റീലോ അങ്ങനെ എന്തോ ഒരു ബിൽഡിങ്ങാണ് വന്നിരിക്കുന്നത്. അപ്പോൾ താഴെ ഇരിക്കുന്നവരെല്ലാം മുകളിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര രസമായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. പിന്നെ ഇവിടെ ചുറ്റും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ ഭയങ്കര അടിപൊളി എന്താ പറയുക ബിൽഡിങ്ങുകളും. പിന്നെ ഇതൊരു ഷോപ്പിംഗ് മോളാണെന്ന് തോന്നുന്നു. എന്തായാലും എനിക്കിഷ്ടംപോലെ സമയമുണ്ട്. 1:30ക്കാണ് എൻ്റെ സിനിമ. അപ്പം ഞാനിപ്പോൾ നിലവിൽ സമയം 11:30 ആയിട്ടുള്ളൂ. എനിക്ക് സ്ഥലം എവിടെയാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങിയതാണ്. കൃത്യനിഷ്ഠ അത് പണ്ടേ എനിക്ക് നിർബന്ധമാണ്. എന്തായാലും ഞാൻ ഇവിടെ കയറി കുറേ സമയമൊക്കെ കറങ്ങി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേ 12-12:30 ആകുമ്പോഴേ ഞാൻ സിനിമയുടെ അതിവിടുന്ന് കുറച്ചുകൂടെ ദൂരമുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകുന്നുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ലൈറ്റ് കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിട്ട് മനസ്സിലായത്. ഇതൊരു അണ്ടർ ഐയിൽ തേക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. ഇതിപ്പം എനിക്ക് എല്ലാവരും എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ കേൾക്കാം, എൻ്റെ കണ്ണിൻ്റെ അടി ഭയങ്കര കറുപ്പാണെന്ന്. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. കൊള്ളായിരുന്നു, അടിപൊളി. മീൻസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല, പക്ഷേ അതിൻ്റെ ഒരു ടെക്സ്ചറും അങ്ങനെയുള്ള അതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമായ സംഭവം. ഏതായാലും അത് കൊള്ളായിരുന്നു. അതെല്ലാം ഞാനൊന്ന് ട്രൈ ചെയ്ത് പറഞ്ഞു. ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ. അന്യായ എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ അന്യായ എക്സ്പെൻസീവ് ആണ്. അതിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് ഒരു 52 പൗണ്ട് 62 പൗണ്ട് അങ്ങനെ. അതൊക്കെ ഏറ്റവും ചെറിയ ഒരു കുപ്പിയുടെ വില തന്നെ ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ അതവിടെ ഇങ്ങനെ തിരിച്ചു വെച്ചു. പിന്നെ വേറെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ എടുത്തു നോക്കി. കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സിറമുകളും അങ്ങനെ നമുക്ക് അറിയാലോ, അത് നമ്മളെ ഒരു മേക്കപ്പ് അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ ഒക്കെ നോക്കുന്നവരുടെ പർദീസ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു ഞാൻ നേരെ പോയി പെട്ടത്. ഏതായാലും അതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞാൻ എന്നെ തന്നെ നോക്കി കുറെ സെൽഫിയും കാര്യങ്ങളും ഒക്കെ എടുത്തു. വേറെ പണിയൊന്നും ഇല്ലായിരുന്നല്ലോ, ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അത് കാരണം പിന്നെ അതെല്ലാം ഞാൻ കണ്ടു അത് നമുക്ക് കുറെ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാം, അഫോർഡബിൾ പ്രൈസിലും ഉണ്ട്. പക്ഷെ ഭയങ്കര ലക്ഷറി ഐറ്റംസും ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വരുന്ന കേട്ടോ. ഇതിന്റെയൊക്കെ സ്മെല്ല് ഭയങ്കര അടിപൊളിയാണ്. ഇതൊരെണ്ണം ഞാൻ മേടിച്ചുകൊണ്ട് പോകുന്നു. നല്ല ശരിക്കും നല്ലൊരു റോസാപ്പൂവിന്റെ സ്മെല്ലാണ്. സംതിങ് 4 പൗണ്ട് 4.5 പൗണ്ട് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അവിടുന്ന് നേരെ ഫുഡല്ല ഡ്രസ്സിന്റെ സെക്ഷനിലോട്ട് പോയി. അവിടെ നേരെ ഡ്രസ്സിന്റെ സെക്ഷനിൽ പോയിട്ട് കുറെ ഡ്രസ്സുകൾ കണ്ടു കേട്ടോ. കൊള്ളായിരുന്നു. അപ്പൊ അതിൽ 1-2 ഒക്കെ എടുത്ത് ഞാൻ ട്രൈ ചെയ്തു. ഇതെനിക്ക് ഭയങ്കര ചെറുതായിരുന്നു. അതിന്റെ എനിക്കത് കളർ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. ഞാൻ അത് തന്നെ അവിടെ നിന്ന് കുറെ ട്രൈ ചെയ്തു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഡ്രസ്സ് ഞാൻ എടുക്കുകയും ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഒരു വൈറ്റ് കളർ ഷെയ്ഡിലാണ് വരുന്നത്. പിന്നെ എനിക്ക്
എന്തോ എനിക്ക് ആ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ അതും എടുത്തു. പിന്നെ ഞാനൊരു അടിപൊളി ഫ്രോക്ക് ട്രൈ ചെയ്തു. പക്ഷെ അതെനിക്ക് ഭയങ്കര വലുതായിരുന്നു. അപ്പം പിന്നെ ഞാൻ അതും വേണ്ടെന്ന് വെച്ചു. അത് കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടമായി ആക്ച്വലി. പക്ഷെ പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. അവിടുത്തെ നേരെ ടാക്സിയും പിടിച്ച് നേരെ സിനിമാ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു സൂപ്പർ കാഴ്ച കണ്ടത്. ഇത് ചായവാല എന്ന് പറഞ്ഞ ഒരു ഷോപ്പ്. നമ്മൾ ഇന്ത്യക്കാർ എവിടെ ചെന്നാലും കയ്യൊപ്പ് വെക്കും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാട്ടോ ഈ ഷോപ്പ്. ഞാൻ ഇവിടുത്തെ ഒരു അടിപൊളി ചായ മേടിച്ചു. കിടിലൻ ചായ എന്ന് വെച്ചാൽ കിടിലൻ ചായ ആയിരുന്നു. സത്യത്തിൽ ഞാൻ ഇവരുടെ ഒരു ബിഗ് ഫാൻ ആയി പോയെന്ന് തന്നെ പറയാം. ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല ചായ ആയിരിക്കുന്നത്. എന്തായാലും ഞാൻ വിചാരിച്ചു ഇവരുടെ സൈസ് ചായയൊക്കെ ആയിരിക്കുന്നത് വിചാരിച്ചത്. പക്ഷേ ശരിക്കും നമ്മൾ മറ്റേ ചെറിയ ഗ്ലാസ്സിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ കഴിക്കുന്ന ചായയില്ലേ, ആ സെയിം സാധനം, പൊളി സാധനം. അയ്യോ, ഞാൻ ഫാനായി പോയി ഇവരുടെ. അടിപൊളി. അങ്ങനെ ഫൈനലി ഞാൻ സിനിമാ തിയേറ്ററിലെത്തി. മലകൾ താണ്ടി കടലുകൾ താണ്ടി എന്നൊക്കെ പറഞ്ഞ കണക്കിന് ഞാൻ കുറേ ബസ്സും ട്രെയിനും ടാക്സിയൊക്കെ വിളിച്ചിട്ട് പ്രേമലു കാണാനായിട്ട് ഇവിടെ എത്തി. പ്രേമേ നല്ല പടം ആയിരുന്നോ മതിയായിരുന്നു. ഏതായാലും ഒരു പോപ്കോൺ കൂടെ മേടിച്ചോണ്ട് കയറാം. ഇവിടെ വന്നപ്പോഴാണ് ദുഃഖ സത്യം മനസ്സിലായത്. ഏകാന്തതയുടെ ഇവിടെ ഞാൻ മാത്രമേ സിനിമ കാണാനുള്ളൂ. സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. കിട്ടില്ല മൂവി എന്ന് വെച്ചാൽ കിട്ടില്ല മൂവി, അടിപൊളി. ചിരിച്ച് കുറേ നാളുകൾക്ക് ശേഷം ഇഷ്ടം പോലെ ചിരിക്കാനുള്ള ഒരു മൂവി, കിട്ടില്ല മൂവിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോകളെല്ലാം വൈൻഡപ്പ് ചെയ്യുവാണ്. അടിപൊളിയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ഏതായാലും ഒത്തിരി നാൾ കൂടി ഞാൻ തന്നെ പുറത്തിറങ്ങിയതാണ്. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.